ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനി നിൻപാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷട്പദൈരഹരഃ പേവീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമല ഹൃധ്വംസിന ശ്രേയസേ. ശ്രീ മഹാഭാരതം സംഭവപർവം വാസിഷ്ഠമുപാഖ്യാനം. വാസവി ചോദിച്ചിതു ഗന്ധർവൻ തന്നോടപ്പോൾ, വാസിഷ്ഠമുപാഖ്യാനം കേൾക്കണമെനിക്കെങ്കിൽ. വിശ്വസൃക്തനയനും വിശ്വാമിത്രനും തമ്മിൽ വിശ്വാന്തകരണമാം വൈരമുണ്ടാവാൻ മൂലം വിശേഷം പറയണമെന്നു ചൊന്നതു കേട്ടു വിശ്വൈകധനുർധരൻ തന്നോട് ചൊന്നാനവൻ. എങ്കിലോ കന്യാകുബ്ജനാകിയ നൃപശ്രേഷ്ഠൻ മംഗലശീലൻ ഗാധിയെന്നു പേരുടയവൻ തന്നെ പുത്രനായ മന്നവൻ വിശ്വാമിത്രൻ ഉന്നതനൊരും ദിനം മൃഗയാ വിവശനായി ചെന്നിതു പടയോടും വസിഷ്ഠാശ്രമത്തിങ്കലന്നു സൽക്കാരം ചെയ്തു നൃപനെ മുനിശ്രേഷ്ഠൻ. അമരാവതി പോലെ ചമഞ്ഞിതടവിയും മമമൃതോപമമായ ഭോജ്യപേയാദികളും നന്ദിതനായ നൃപൻ വിശ്വാമിത്രനുമപ്പോൾ നന്ദിനി തന്നെ മമ നൽകണമെന്നു ചൊന്നാൻ. രാജാവിനത്രേ വേണ്ടു രത്നഭൂതങ്ങളെല്ലാം, പൂജാസാധനങ്ങളെ താപസന്മാർക്കു വേണ്ടു. എന്തു സംശയമിതു പറയണമോ ഭവാൻ ചിന്തിച്ചാലരുതെന്നു ചൊൽവാനില്ലാരുമിപ്പോൾ. നന്ദിനി തന്നെയുടൻ ബന്ധിച്ചു കൊണ്ടുപോവാൻ മന്ദപ്രജ്ഞന്മാർ നൃപഭൃത്യന്മാർ തുടങ്ങുമ്പോൾ നന്ദിനിയുടെ അവയവങ്ങൾ തോറും നിന്നു നന്ദനന്മാരായി പല വംശങ്ങളുണ്ടായി വന്നു. വല്ലവന്മാരും ശബലന്മാരും ശാകന്മാരും വല്ലഭമേറും യവനന്മാരും കിരാതന്മാർ സിംഹളന്മാരും ദ്രമിളന്മാരും പുണ്ട്രന്മാരും സിംഹവിക്രമ ബലവാന്മാരാം മ്ലേച്ഛന്മാരും കർപ്പുരപ്രവരന്മാരോട് തുല്യന്മാരായ ബർബരന്മാരും നല്ല ദുർദുരന്മാരുമെല്ലാം. അവനും വിശ്വാമിത്രൻ തന്നെ പടയുമായി അവനി നടുങ്ങുമാറുണ്ടായ യുദ്ധത്തിങ്കൽ 3 യോജന വഴി പാഞ്ഞിതു നൃപസൈന്യം പോന്നു നന്ദിനി മുനി തന്നെ മുമ്പിൽ വന്നു. പൃഥ്വീശൻ വിശ്വാമിത്രൻ ചിത്തത്തിൽ നിരൂപിച്ചാൽ ക്ഷത്രിയബലമതിക്ഷുദ്രമെന്നതു നൂനം. ബ്രാഹ്മണ തേജോബലം ബലമെന്നുറച്ചവൻ താൻ മെല്ലെ തപസ്സിനു കോപിട്ടാനതുകാലം. കൽമാഷപാദചരിതം. മാർത്താണ്ഡകുലജാതൻ കൽമാഷപാദനെന്ന ധാത്രീശൻ നായാട്ടിനു നായി പോയിട്ടു വരും നേരം എതിർത്തു ചെന്നു വസിഷ്ഠാത്മജൻ ശക്തി മുനിമതത്തോടുർവീശനും നേർവഴി ചൊന്നാനല്ലോ. നീങ്ങുക വഴിയിൽ നിന്നിതു നൃപശ്രേഷ്ഠൻ, നീങ്ങു നീ വഴി നമുക്കെന്നിതു മുനിശ്രേഷ്ഠൻ. മാർഗം ബ്രാഹ്മണനു നൽകേണം ഭൂപാലാദികൾ, മാർഗമിങ്ങനെ സനാതനമെന്നതു നേരം. കുതിരച്ചമ്മട്ടി കൊണ്ടടിച്ചാൽ മുനി തന്നെ ക്ഷിതിപാലകാന്തനെ ശപിച്ചാൻ വസിഷ്ഠജൻ. രാജധർമ്മത്തെ നീക്കി രാക്ഷസധർമ്മം നിന്നാൽ ആചരിക്കപ്പെട്ടതു കാരണമിന്നേ മുതൽ രാക്ഷസനായി പോക നീ എന്നതു കേട്ട നേരം മോക്ഷത്തെ നൃപതിയും യാചിച്ചോരനന്തരം. വിശ്വാമിത്രോപായത്താൽ കിങ്കരനായ രക്ഷസപ്പോൾ ചെന്നകമ്പുക്കു ഭൂപതി മനസ്സിങ്കൽ. അങ്ങനെ വാഴും കാലമൊരു നാളൊരു മുനി തിങ്ങിടും പൈതാഹത്താൽ ഭൂപതിയോട് ചൊന്നാൻ.
നല്ല മാംസവും ചോറും നൽകേണമെനിക്കെന്നു ചൊല്ലിനാൻ നൃപതിയും 2 നാഴിക പാർപ്പാൻ. ഭൂപാലനന്തപുരം പുക്കിരുന്നോരു ശേഷം താപസൻ പറഞ്ഞത് മറന്നുപോയി ബലാൽ. രാത്രിയിൽ ഓർത്ത നേരം പാചകനോട് ചൊന്നാൻ, പാർത്തിരിക്കുന്നതൊരു താപസൻ ഭുജിപ്പാനായി. വ്യഞ്ജന മാംസാദിയാർ മിഷ്ടമായൂട്ടേണം നീ, രഞ്ജസാ ബഹുമാനിച്ചാദരവോടുമെന്നാൻ. കറിയും ചോറുമെല്ലാം ഉണ്ടാക്കിയിട്ടവൻ ചെന്നു നരപാലകനോട് മാംസമില്ലെന്ന് ചൊന്നാൻ. മനുഷ്യമാംസം തന്നെ കൊടുക്കെന്നുര ചെയ്തു മനുഷ്യേന്ദ്രനും അപ്പോൾ സുതനവും അതു ചെയ്താൻ. അന്നേരം അഭോജ്യമായുള്ളൊരു നരമാംസം നന്നായി വിളമ്പിയതെന്നുര ചെയ്തു മുനി. മാനവന്മാരെ പിടിച്ചൻപോട് ഭക്ഷിച്ചു നീ, കാനനെ ചരിക്കൊരു രാക്ഷസനായിട്ടെന്നു. മുന്നമേ ശക്തി മുനി തന്നെ ശാപം തന്നെ നന്നായി പൂരിപ്പിച്ചാൻ എന്നതേ പറയേണ്ടു. ശക്തിമുഖ്യന്മാരായി 100 പേർ വസിഷ്ഠൻ തൻ പുത്രന്മാർ അവർകളെയൊക്കെ തിന്നാനവൻ. പുത്രശോകത്താൽ മഹാമേരുവിൻ മുകളേറി മൃത്യു വന്നിടുവതിനുരുണ്ടു വസിഷ്ഠനും. അഗ്നിയിൽ ചാടി പിന്നെ സമുദ്രം തന്നിൽ ചാടി വിഘ്നം വന്നീല ദേഹദേഹികൾക്കൊന്നിനാലും. പാശത്താൽ കൈകാൽ കെട്ടിപ്പുഴയിൽ ചാടിയതപ്പോൾ പാശത്തെ ഛേദിക്കയാലായിരു വിപാശയും. പിന്നെയും ഹൈമവതിയാകിയ നദി തന്നിൽ ചെന്നു ചാടിനാനവൾ 100 കൈവഴിയായാൾ. അതിനാശദ്രുവെന്നവൾക്കു പേരുണ്ടായി, മൃതി വന്നീല ജലം നീങ്ങിപ്പോയതുമൂലം. ഒരു ജാതിയും വരാമരണമെന്നു കണ്ടു സരസീരുഹ ഭവനന്ദനൻ വസിഷ്ഠനും. ആശ്രമത്തിങ്കൽ ചെന്നു പുക്കപ്പോൾ അദൃശ്യന്തി ആശ്വസിപ്പിച്ചു ഗർഭപാത്രസ്ഥനായ ബാലൻ. തന്നെ വേദനാദം കേട്ടാശു വസിഷ്ഠനും എന്നുടെ ശക്തി തൻ്റെ നാദമെന്നതുപോലെ. കേട്ടതെന്തൊരു വേദധ്വനി എന്നതു നേരം വാട്ടമില്ലാതെ ശക്തി പത്നിയുമുര ചെയ്താൾ. ഗർഭമുണ്ടെനിക്കെൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ അർപ്പകനവനുടെ നാദമെന്നതേ വരൂ എന്നു കേട്ടവളുമായി പിന്നെയും പുറപ്പെട്ടു ചെന്നപ്പോൾ വനഭുവി കൽമാഷപാതൻ കണ്ടു ഭക്ഷിപ്പാനടുത്തൊരു രക്ഷസൻ വേഗം കണ്ടു. ദക്ഷനാം വിധിപുത്രൻ തളിച്ചു ജലം കൊണ്ടേ. ശാപമോക്ഷവും വന്നു രാജാവും തെളിഞ്ഞിതോ, താപവും അകന്നിതോ പുരവാസികൾക്കെല്ലാം. കൽമാഷപാതം തന്നെ കൊണ്ടുപോയ യോധ്യയിൽ കൽമഷമകന്നു വാഴിച്ചിതോ വസിഷ്ഠനും. ഭൂപതി പത്നിയായി വാഴുന്ന സുദേഷ്ണയിൽ ഭൂപരിത്രാണാർത്ഥമായി ഗർഭവും ഉൽപ്പാദിച്ചാൻ. 12 സംവത്സരം ചെന്നിട്ടും പിറായികയാൽ മാതാവ് സുദേഷ്ണയോ മുദരമസ്മത്തിനാൽ ഭേദിച്ച നേരമൊരു ബാലകനുണ്ടായി വന്നു. മേദിനീപതിയവൻ അശ്മകനായതെടോ. ശക്തിതൻ പത്നിയായോരദൃശ്യന്തിയും പെറ്റാൽ ഉത്തമനായ പരാശരനാം മുനി തന്നെ. താതൻ്റെ മരണത്തിൻ ഹേതുക്കൾ കേട്ടിട്ടവൻ ക്രോധത്താൽ സർവലോകം ദഹിപ്പാനൊരുമ്പെട്ടാൻ. അതു കണ്ടൊരു പിതാമഹനാം വസിഷ്ഠനും അതിമാനായ നിജപൗത്രനോടരുൾ ചെയ്തു. അതു കണ്ടൊരു പിതാമഹനാം വസിഷ്ഠനും അതിമാനായ നിജപൗത്രനോടരുൾ ചെയ്തു.